ജയരാജൻ, ഇതാ നിങ്ങളുടെ കാലത്ത് മാതൃകയായ ലൈഫ് പദ്ധതിയെ പൊളിക്കുന്നു വി.ഡി. സതീശൻ സർക്കാർ. കണ്ടില്ലേ ഈ ഉത്തരവ്? എല്ലാ ജനക്ഷേമ പദ്ധതികളും ഇല്ലാതാക്കുക എന്നതാണ് UDF അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും പൂർണ്ണമായി നിർത്തലാക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വീടുകളിൽ കൊടുക്കാനായി സഹകരണ ബാങ്കുകൾ വഴി ക്രമീകരണമുണ്ടാക്കിയപ്പോൾ 23 ലക്ഷത്തിലേറെ വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളായ അവശരായ ആളുകൾക്ക് വലിയ സഹായകരമായിരുന്നു. ബാങ്ക് വഴിയുള്ള വിതരണം നിർത്തലാക്കി. ഇനിയിപ്പോൾ ലൈഫ് മിഷനിൽ ഗുണഭോക്താക്കൾ വിഹിതമടക്കണം എന്നതുകൂടി വന്നാൽ പിന്നെ എന്റെ വീട് എന്റെ അഭിമാനം എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ലാതെ വരും. PMAY പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിൽ ഒപ്പിടാൻ പോകുന്നു എന്ന് ക്യാബിനറ്റ് തീരുമാനത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞതോടെ പ്രധാനമന്ത്രിയുടെ ലോഗോ ബീഹാറിൽ എങ്ങനെയാണോ അവിടെ PMAYയുടെ ധനസഹായം കിട്ടിയ കുടിലുകൾക്ക് പ്രദർശിപ്പിച്ചത് അതുപോലെ കേരളത്തിലെ വീടുകൾക്ക് പ്രദർശിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ലൈഫ് മിഷനിലൂടെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശമായ അവരുടെ സ്വന്തം വീട് ഔദാര്യമായി മാറും. ഇനിയിപ്പോൾ ലൈഫ് മിഷനിൽ വിഹിതം കൂടി അടക്കണമെന്ന് പറഞ്ഞാൽ വിഹിതമടക്കുന്ന ആളുടെ സ്വന്തം വീട് എന്നതിന് പകരം ലൈഫ് മിഷനിൽ നിന്ന് വീട് നൽകുന്ന ആ തുകയിലെ 72,000 രൂപ ഗ്രാമങ്ങളിലും 1.5 ലക്ഷം രൂപ നഗരങ്ങളിലും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുമ്പോൾ ആ പണം നൽകുന്നതിന്റെ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ലോഗോ കൂടി വരുന്നത്. അപ്പോ പണം അടച്ചു വീട് പണിയാൻ പണം അങ്ങോട്ട് കൊടുത്താലും പ്രധാനമന്ത്രിയുടെ ലോഗോ ഒഴിവാകില്ല. ചുരുക്കത്തിൽ എല്ലാ ക്ഷേമ പദ്ധതികളും ഇല്ലാതാക്കുക. ലൈഫ് മിഷന്റെ വീട് നേരത്തെ പാവങ്ങൾക്കൊരു ലൈഫായിരുന്നു എങ്കിൽ ഇപ്പോൾ ലൈഫ് മിഷന്റെ വീടിനും പണം വാങ്ങുന്ന സർക്കാരായി കേരളത്തിലെ UDF സർക്കാർ മാറുകയാണ്. 2.5-3 മാസത്തിനിടയിൽ ഇതെല്ലാമാണ് അവർ ചെയ്യുന്നതെങ്കിൽ, ഇതിൽ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കേരളത്തിൽ മയക്കുമരുന്ന് റാക്കറ്റുകൾക്കും വിസ തട്ടിപ്പുകാർക്കും തൊഴിൽ തട്ടിപ്പുകാർക്കും മാത്രം സംരക്ഷണം കൊടുക്കുന്ന ഒരു സർക്കാരായി ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു സർക്കാർ UDFന്റേതായി കേരളത്തിൽ മാറും. പാവങ്ങൾക്ക് യാതൊരു സംരക്ഷണവും ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, ഈ മദ്യനയം വരുന്നതിന് മുമ്പ് തന്നെ UDF സർക്കാരിൻ്റെ മദ്യനയം വരുന്നതിന് മുമ്പ് തന്നെ മദ്യ കമ്പനികൾക്ക് ഇളവ് നൽകുന്നു, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി കാവ്യങ്ങൾ രചിക്കുന്നു. പക്ഷെ സാധാരണക്കാരൻ്റെ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അതാണ് നടക്കുന്നത്. ബക്കാടി കമ്പനിക്ക് മദ്യം വിറ്റ് കോടികൾ ഉണ്ടാക്കാനുള്ള ഡീൽ ഉണ്ടാക്കുമ്പോൾ അതിന് VM സുധീറിന്റെയും PJ കുര്യന്റെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കൂടി അഭിപ്രായം തള്ളിക്കളഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ ധനവകുപ്പ് കൂടി ഏറ്റെടുത്ത് അങ്ങനെയൊരു ഡീൽ ഉണ്ടാക്കി മദ്യ മാഫിയ സംഘത്തിന് പണമുണ്ടാക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ അദാനിയുമായി ഉണ്ടാക്കിയ ഡീല് സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി വിറ്റ് കോടികൾ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോ ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകളുമായി ഡീൽ ഉണ്ടാക്കുക, മറുഭാഗത്ത് കേന്ദ്ര സർക്കാരുമായി ഡീൽ ഉണ്ടാക്കുക. രണ്ടും നാട്ടിലെ പാവങ്ങൾക്ക് ദോഷകരമാണ്. ശ്രീ ജയരാജൻ, നിങ്ങളുടെയൊക്കെ ഭരണകാലത്ത് വളരെ മാതൃകാപരമായി നവകേരള മിഷൻ, ഒന്നാം പിണറായി സർക്കാർ മുതൽ തന്നെ ആ മിഷനിൽ ഉൾപ്പെടുത്തിയാണ് വളരെ ചിട്ടയോടുകൂടി ഇത് പടുത്തുയർത്തത് രാജ്യത്തിന് മാതൃകയായി. ഇപ്പോൾ നോക്കൂ, പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ ഇവർ ഈ പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചു. MM ഹസന്റെ പ്രതികരണം, അനിൽ അക്കരെ MLA-യുടെ അന്നത്തെ പ്രതികരണം, ആ പ്രവൃത്തി നിയമപരമായി നീങ്ങിയത് ഒക്കെയും അത് ഭരണത്തിലെത്തി കൂടുതൽ സമ്പൂർണ്ണമാക്കുന്നു എന്നല്ലേ ഉള്ളൂ MP ജയരാജൻ? അതെ, തൃശ്ശൂരിലെ ലൈഫ് മിഷന്റെ
ഫ്ലാറ്റ് തകർത്തത് അവിടുത്തെ MLA-യുടെ നേതൃത്വത്തിലാണ്. കോൺഗ്രസിന്റെ MLA ആയിരുന്നു. അതുപോലെ ലൈഫ് മിഷനെതിരായി തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ M. ഹസൻ അടക്കമുള്ളവർ പ്രതികരിച്ചതാണ്. ഭരണത്തിലെത്തിയപ്പോൾ വീട് നൽകുന്ന ലൈഫ് മിഷൻ ഇല്ലാതാക്കുകയാണ്. അതിന് സമാനമാണ് മറ്റ് ഇതര മിഷനുകളുടെ പ്രവർത്തനം. വിദ്യാഭ്യാസ മേഖല എടുക്കുക. ഇപ്പം +2 നിരവധി എയ്ഡഡ് സ്കൂളുകൾക്ക് പുതിയ ബാച്ച് അനുവദിച്ചല്ലോ. നമ്മയെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ടാണല്ലോ മലപ്പുറത്തെ ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനത്തിന് 3 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങാൻ പോകുന്നത്. റേറ്റ് ഉറപ്പിച്ചല്ലോ. ഇതിന് സൗകര്യം ഉണ്ടാക്കുകയാണ്. അതിന്റെ ഫലമായി തകരുന്നത് എന്താ? സർക്കാർ സ്കൂളുകൾ, അവിടെ കുട്ടികളൊക്കെ നല്ലതുപോലെ എത്തിച്ചേരുന്ന സ്കൂളുകൾ, അതിന് കിഫ്ബിയിലൂടെ കെട്ടിടങ്ങൾ പണിതു കൊടുത്ത സ്കൂളുകൾ, അവിടെയൊക്കെ കുട്ടികൾ ഇല്ലാതാവും. പണം കൊടുത്ത് വിദ്യ വാങ്ങുന്ന സ്കൂളിലേക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. പാവപ്പെട്ടവർ പഠിക്കാൻ പോകുന്ന സ്കൂളുകളിൽ കെട്ടിടത്തിന്റെ പണി പോലും നടത്താതിരിക്കുക. ഇതാണ് അവർ നടത്തുന്നത്. അതന്നെ ഈ ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ നിങ്ങൾ പടുത്തുയർത്തിയത് ഇല്ലാതാക്കുന്നു. ഈ ഹരിത മിഷനിലൂടെയും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി നിങ്ങൾ പറഞ്ഞ മാതൃകകൾ ഇല്ലാതാക്കുന്നു. ഇതാ പാർപ്പിട പദ്ധതി കൂടി ഇല്ലാതാക്കുന്നു. ഇതിപ്പോൾ ഉദാഹരണത്തിന് MV ജയരാജൻ ഇത് 1 ലക്ഷം രൂപ നൽകി മോദിയുടെ പടം വെക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി 1 ലക്ഷം രൂപ നൽകാത്തവരാണ് ഇത്തരം ലൈഫ് പാർപ്പിട പദ്ധതിക്ക് അപേക്ഷിക്കുക. മാത്രമല്ല മോദിയുടെ പടം വെക്കുന്നത് ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നവർ ഈ പണം കൊടുത്ത് കടിക്കുന്ന നായയെ വാങ്ങുന്ന എന്ന ചൊല്ല് പ്രാവർത്തികമാക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ ലൈഫ് പദ്ധതിക്ക് ആളില്ലാതാകില്ലേ, അപേക്ഷകരില്ലാതാകും, അത് തകരും. അത് തകർക്കാനുള്ള പദ്ധതിയാണിത്. അതെ, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാതെ ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ചേർന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അതിനി പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ തുടങ്ങിയാൽ പണം കൊടുക്കാൻ ശേഷിയില്ലാത്തവർ എന്ത് ചെയ്യും? അതാണ് നാം തിരിച്ചറിയേണ്ട കാര്യം. എല്ലാ പദ്ധതിയും ആർദ്രം മിഷൻ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏറ്റവും മികച്ചതാക്കാനാണ്. കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ആശുപത്രികളെ രോഗി സൗഹൃദമാക്കാനാണ്. നേരത്തെ 33% താഴെയായിരുന്നു രോഗികളെ സർക്കാർ ആശുപത്രിയിൽ എത്തിയതെങ്കിൽ ആർദ്രം മിഷൻ നടപ്പാക്കിയതിനു ശേഷം 60% രോഗികൾ ആശുപത്രിയിൽ എത്താൻ തുടങ്ങി. ഇപ്പോൾ ഡോക്ടറുമില്ലാത്ത ആശുപത്രികൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഏതാണ്ട് 18 ഒരാശുപത്രി അടച്ചുപൂട്ടി.